മക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ കബാബാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാം എല്ലില്ലാത്ത കോഴി ഇറച്ചിയാണ് കേട്ടോ. നമുക്കിനി 2 മീഡിയം സൈസ് ഉള്ളി ഈ ചോപ്പറിലേക്ക് ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കാം, അതിൻ്റെ ബ്ലേഡൊക്കെ മാറ്റിയിട്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. കണ്ടില്ലേ? സൈഡിലിരിക്കട്ടെ മക്കളെ. ഇതിൻ്റെ വെള്ളമൊക്കെ പോകണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ഇറച്ചിയിലിടുമ്പോൾ വെള്ളമൊക്കെ പാകം ഉണ്ടാവുള്ളൂ. ഇത് കണ്ടില്ലേ മക്കളെ, ഇപ്പോൾ ഉള്ളിയിൽ വെള്ളം ഒന്നുമില്ല, കണ്ടില്ലേ? പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച എല്ലില്ലാത്ത ഇറച്ചിനെ എടുത്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് പിഴിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ് ചില്ലി പ്ലസ് ഇട്ട് കൊടുക്കുക, എന്ന് വെച്ചാൽ വറ്റൽമുളക് ചതച്ചത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീരും കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും ഇതിന് പാകത്തിന് 1.5 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് കരട് മുരടായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇത് അരയ്ക്കുമ്പോൾ വല്ലാതെ അരയ്ക്കരുത്, എന്നാൽ ഇറച്ചി കഷ്ണമായിട്ട് ഇതിൽ കിടക്കാനും പാടില്ല. അതേപോലെ കരട് മുരടായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് കണ്ടില്ലേ മക്കളെ, നമുക്കിപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉള്ളിയിലോ ഇറച്ചിയിലോ വെള്ളം കൂടുതലോ മുറ്റം ഉണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടി എന്തെങ്കിലും ഇട്ട് കുഴച്ചിട്ട് ഈ പരുവത്തിലാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ വെള്ളം കൂടി പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താലും കബാബ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കൂടി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് എടുക്കാം. അപ്പം മസാലയൊക്കെ ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ്. നമ്മുടെ ഇറച്ചി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കബാബിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ആദ്യം കയ്യിലൊന്ന് ഓയിൽ പുരട്ടി 2 കയ്യിലും അങ്ങോട്ട് തേച്ചെടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ. ഇനി നമുക്കിതിൽ കുറച്ചിങ്ങ് കയ്യിലെടുത്തിട്ട് ഇതാ ഇങ്ങനെ വെക്കുക. ഇത് ഒരു തരം കുഴയ്ക്കലാണ് കേട്ടോ, വക്കൊക്കെ പൊട്ടാതിരിക്കാൻ. ഇങ്ങനെ ചെയ്യാതെ നമ്മളെടുത്താൽ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വക്കൊക്കെ പൊട്ടിപ്പോവും. അത് വക്ക് പൊട്ടാതിരിക്കാനാണ്. ഇങ്ങനെ ഇട്ടാൽ പോരാ, ഇങ്ങനെ ഒന്ന് പിടിക്കണം. ഇത് കയ്യിലിങ്ങനെ, ഈ കയ്യിലും ഇങ്ങനെ ഇട്ടെടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇട്ടെടുക്കുമ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വരും, കണ്ടില്ലേ? ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തുമ്പോൾ വക്ക് പൊട്ടത്തൊന്നുമില്ല, നല്ല ഷേപ്പായി വരും, കണ്ടില്ലേ?
ഇതേമാതിരി. അങ്ങനെ നമ്മൾ ഒരു കബാബിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിൽ വെക്കാം. ഇനി അടുത്തതും കൂടി കയ്യിലിച്ചിരി ഓയിൽ പുരട്ടാം. ഇനി അടുത്തത് കൂടി നമുക്ക് എടുത്ത് അങ്ങനെ തന്നെ പിന്നെയും ചെയ്യാം. ഇത് ഇങ്ങനെ ഇടുന്നത് കളിക്കാനല്ല കേട്ടോ മക്കളെ, സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, സോഫ്റ്റായി വരുന്ന കണ്ടില്ലേ? ഇനി ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടുമ്പോൾ കണ്ട ഒരു വിടകോ ഒരു പൊട്ടലോ വിള്ളലോ ഒന്നുമില്ല, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഉള്ളം കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. അതേപോലെ ഈ വശത്ത് കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. ഇതിനെ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് 2-3 ആഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റും. അതിനാദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു പാത്രത്തിൽ വെച്ചിട്ട് ലെയറാക്കി വെക്കണം. വെക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ട് അടിയിൽ ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ലെയറാക്കി എടുക്കാൻ. എന്നിട്ടത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറാക്കി എടുക്കുക. ഐസാക്കി എടുത്തിട്ട് എയർ കയറാത്ത ഒരു പാത്രത്തിൽ മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നേരം അതെടുത്ത് 1-2 നമുക്ക് ആവശ്യമുള്ളതെടുത്ത് പൊരിച്ച് കഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ കുറച്ച് കബാബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം ഈ ഫാനിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. ഞാൻ ഈ പാത്രമാണ് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്നാൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ എണ്ണ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കബാബിനൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം തീ വെച്ചാൽ മതി കേട്ടോ. ഇത് ഇനി നന്നായിട്ട് ഒരു കളറായി വരട്ടെ. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒരു വശത്ത് കളറായി വന്നിട്ടുണ്ട്. ഇതേപോലെ 2 വശത്ത് കളറായി വരട്ടെ. മക്കളെ, ഇത് വേകാനൊന്നും അത്ര ടൈമൊന്നും വേണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ കബാബ് നല്ല കളറായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. മക്കളെ, ഇത് കണ്ടില്ലേ, നമ്മുടെ കബാബ് എല്ലാതും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ കബാബ് വെന്ത് ഉള്ളിലൊക്കെ നല്ല ജ്യൂസി പോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ മക്കളെ? ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.